ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഷിപ്പിൽ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ റൈഡ്സ് ആണ്. ഞാനും ഇന്നൂസും ഒരുപോലെ എക്സൈറ്റഡ് ആയിരുന്നു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ലോങ്ങസ്റ്റ് വാട്ടർ ടണൽ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അതിനകത്ത് കയറി, പിന്നെ നെക്സ്റ്റ് ടൈം കയറിയപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പുറത്തോട്ട് വരുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പേടി ഉണ്ടാവും. അതിനുശേഷം രാത്രി അവർ ക്രിസ്മസ് തീമിൽ ഹോളി വൈബ്സ് എന്നുള്ള സംഭവം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡിലൻ പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ബോറിംഗ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷിപ്പിൻ്റെ അകത്ത് തന്നെയാണ് ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. കിഡിലനായിട്ടുള്ള ടാലൻറ്റഡ് ആക്ടേഴ്സാണ് ഓരോ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നത്. അവർ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ശരിക്കും ഇരുന്ന് പോകും. ആ രാത്രി നമ്മൾ പിന്നെ അമിഷുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമുക്ക് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. ഷിപ്പിൽ നിന്നും 1 PM ഒക്കെയാണ് നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് മലേഷ്യ ആയിരുന്നു. മലേഷ്യയിലേക്ക് നമ്മൾ റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ. റോഡ് ട്രിപ്പാണ് പോകുന്നത്. അവർ തന്നെ അറേഞ്ച് ചെയ്ത ബസ്സിലാണ് പോകുന്നത്. ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് സിംഗപ്പൂരിൽ നമ്മൾ ലഞ്ചും കഴിച്ചു. അതിനുശേഷം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 4.5 hours എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം ടൈം എടുത്തു. ഇമിഗ്രേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ടൈം എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. മലേഷ്യയിൽ രാത്രിയായിട്ട് എത്തിയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണാം. ബൈ.